Dears, welcome back to RKNX. So chemistry examന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എന്തൊക്കെ പഠിക്കണം, പഠിച്ചു തുടങ്ങിയവർക്കും കുറച്ച് പഠിച്ചവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ആണ് നമ്മൾ. ഒരു സെക്കൻഡ്, ഒന്നും പഠിക്കാത്തവർക്കും ഇതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കുറച്ച് പഠിച്ചവർക്കും ഒന്നും പഠിക്കാത്തവർക്കും ഫുൾ മാർക്ക് അടിക്കാം. റെഡി തുടങ്ങാം. മക്കളെ, നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. ഈ സാറ്റർഡേയും സൺഡേയും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എന്തൊക്കെ ടോപ്പിക്സ് കവർ നമ്മൾ വ്യക്തമായ ഒരു പ്ലാൻ തരാൻ പോവാണ്. ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള വ്യക്തമായ പ്ലാനാണ്. അപ്പൊ ആദ്യം നമുക്ക് സൊല്യൂഷൻ പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷനും അതേപോലെ ഫോർത്ത് ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരുപക്ഷെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഏകദേശം കമ്പാരിറ്റീവ്ലി കൂടുതൽ പരിചയമുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ ആണ്. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ ഉള്ള ചാപ്റ്റർ ആണ് സൊല്യൂഷൻ അല്ലേ? യെസ്. അപ്പൊ സൊല്യൂഷനിൽ നിങ്ങൾ മൊളാലിറ്റിയും ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. അതിൽ ആരൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആരൊക്കെ, ടെക്സ്റ്റ് ബുക്കിലെ NCERT-യിലെ എല്ലാ ന്യൂമറിക്കൽസും ചെയ്ത് നോക്കിയിട്ട് മാത്രം എക്സാം ഹോളിലേക്ക്. ഇതിൽ ഡെൻസിറ്റി വെച്ചൊരു ന്യൂമറിക്കൽസ് ഉണ്ട്. ഡെൻസിറ്റി വെച്ചുകൊണ്ട് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ന്യൂമറിക്കൽ ഉണ്ട്. നിർബന്ധമായിട്ടും അത് പഠിച്ചേ പോകുള്ളൂ. NCERT എക്സാമ്പിളാണ്. മക്കളെ, അതുപോലെ റോൾസ് ലോയും ഹെൻറീസ് ലോയും ഡിഫൈൻ ചെയ്യാനും അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ടോപ്പിക് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കൂബ ഡൈവേഴ്സ് കാരിങ് ഓക്സിജൻ ഹീലിയം മിക്സർ ഇൻസ്റ്റെഡ് ഓഫ് എയർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ അതിലുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിക്കും, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിക്കും, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും NCERT-യിലെ എല്ലാ എക്സാമ്പിളും പഠിക്കുക. ഗ്രാഫുകളൊക്കെ അതിൽ സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലോറോഫോമും അസറ്റോണും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, എത്തനോളും വാട്ടറും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, ഏതെങ്കിലും രണ്ട് സിഗ്നിഫിക്കൻസ് ഒക്കെ എഴുതാൻ പറയും. ഓക്കെ, എക്സാമ്പിൾ തന്നുകൊണ്ട്. അതേപോലെ അസിയോട്രോപിക് മിക്സ്ചേഴ്സിന്റെ ഡെഫിനിഷൻ 1 മാർക്കിനും 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ അസിയോട്രോപ്പ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അസിയോട്രോപ്പ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അത് ഇനി ഇറങ്ങാനും പോകുന്നില്ല. യെസ് മക്കളെ, 1 മാർക്കിന് ചോദിക്കാറുണ്ട് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ നെയിം എഴുതാൻ. തന്നിരിക്കുന്നതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽസും എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ബോയിലിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റുമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 പഠിക്കണം. വാൻഡോ ഫാക്ടർ ചോദിക്കും. അവിടെ മാച്ച് ദ ടേബിൾ, മാച്ച് ദ കോളം എന്നൊക്കെ പറഞ്ഞ് വാൻഡോ ഫാക്ടർ ഓരോന്നിന്റെയും K2SO4 കണ്ടുപിടിക്കാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാൻഡോ ഫാക്ടർ കുറയോ കൂടുവോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷന്റെ കൂടെ പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. കാരണം ആദ്യത്തെ ചാപ്റ്ററിൽ കുറെ അധികം ന്യൂമറിക്കൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എന്താണ്, ഇനോർഗാനിക്കിന്റെ ഒരു ചാപ്റ്റർ ആണ്. അവിടെ നിങ്ങൾ കുറച്ച് ബൈഹാർട്ട് ചെയ്ത് ബയോളജി പഠിക്കുന്ന ഒരു രീതിയിൽ പഠിച്ചു. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകാനാ പറഞ്ഞത്. സൊല്യൂഷൻ കുറച്ച് സ്ട്രെയിൻ എടുത്ത് പഠിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. 4 ചാപ്റ്ററിലും വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി എല്ലാം ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. എന്നാൽ പോലും കുറച്ച് വെയിറ്റേജ് കുറഞ്ഞത് ഈ ഒരു ചാപ്റ്റർ. അതായത് ഇന്ന് 4 മണിക്ക് തുടങ്ങിയാൽ പോലും 4 മണി മുതൽ 7 മണി വരെ സൊല്യൂഷൻ പഠിക്കുക, 7 മുതൽ 11 വരെ എന്ന് പഠിക്കുക DNF, 4 മുതൽ 8 വരെ പഠിച്ചു. 4 മണിക്കൂർ സൊല്യൂഷനും 3 മണിക്കൂർ DNF അല്ലേ? അപ്പൊ ഡി ആൻഡ് എഫിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ഡി ആൻഡ് എഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെയും അതേപോലെ ലാൻത്തിനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പഠിക്കണം. അതിൽ ഉറപ്പായും, അതായത് ഉറപ്പായെന്ന് വെച്ചാൽ 100% വരുന്ന നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ, അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഒരേ അറ്റോമിക് റേഡിയസ് ആണ്, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കും. ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ റീസണും ചോദിക്കും. പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, അതിന്റെ പ്രിപ്പറേഷൻ, ഏതെങ്കിലും ഒന്നിന്റെ പ്രിപ്പറേഷൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 2 പേരുടെയും ഓറിന്റെ പേര് എഴുതാനായിട്ട് ചോദിക്കും. അതേപോലെ പെർമാംഗനേറ്റിന്റെയും മാഗ്നേറ്റ് അയോണിന്റെയും ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ NCERT-യിൽ അവരുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വരയ്ക്കാൻ പഠിക്കുക, വരയ്ക്കാൻ ചോദിക്കും. എഴുതി വരഞ്ഞ് പഠിച്ചാൽ മാത്രമേ മൈൻഡിൽ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ വേപ്പറായി പോകും. ഓർമ്മിക്കാം. നെക്സ്റ്റ്, അതേപോലെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരുപാട് പ്രത്യേകതകൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിയുടെ റീസൺ നിങ്ങളോട് ചോദിക്കും. എന്തുകൊണ്ട് അവർ കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നു, അവരെന്തുകൊണ്ട് കളേർഡ് ആയിരിക്കുന്നു, ഇതിന്റെയൊക്കെ റീസൺ എഴുതാനായിട്ട് ചോദിക്കും. ഇതില് കാര്യമായിട്ടുള്ള ഒറ്റ പോയിന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് അവർ വേരിയബിൾ കാണിക്കുന്നു, ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നത് ഏത്, വേരിയസ് കാണിക്കാത്തത് ഇതൊക്കെ ചോദിക്കും. മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ആ ഒരു ഇക്വേഷൻ √n × n + 2 എന്നുള്ള ഇക്വേഷൻ, ഇത്ര
അത്രയും ബോർ മാഗ്നറ്റോൺ ആയിരിക്കും അല്ലെ? യെസ്, അത്രയും കാര്യങ്ങൾ ട്രാൻസിഷൻ എലമെന്റ് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അവരുടെ യൂസസ് അതേപോലെ മിഷ് മെറ്റൽ എന്താണെന്നൊക്കെ NCERT-ൽ നിങ്ങൾ ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ഏതാണ്, അതൊക്കെ കഴിഞ്ഞ എക്സാമിന് NCERT-ൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ സാറ്റർഡേ കംപ്ലീറ്റ് ആയി. സാറ്റർഡേ 2 ചാപ്റ്ററാണ്, സൊല്യൂഷനും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റും. ഇന്ന് 4 മണിക്ക് പഠിച്ചു തുടങ്ങുന്നവരും ഫുൾ മാർക്ക് വായിക്കാം. അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. കമ്പാരിറ്റീവ്ലി 4 ചാപ്റ്ററിലും ഏറ്റവും ടഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സ്റ്റാൻഡേർഡ് EMF ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. E0 EMF E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. അതേപോലെ 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നെക്സ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരിയുന്നു? ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. സ്റ്റേറ്റ് ചെയ്യാൻ കൂടി പഠിച്ചു വെക്കണം. ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലടാ. അടുത്തത് പാരഡൈസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഒരു ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. ഒരു ന്യൂമറിക്കൽ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്. കൊമേഴ്ഷ്യൽ സെല്ലുകൾ 1 മാർക്കിൽ സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇതിൽ നിന്ന് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സെല്ലുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് സ്ഥിരം ചോദിക്കുന്ന. അതായത് ഒരു കുട്ടി ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 പാർട്ടാണ് കൊമേഴ്ഷ്യൽ സെല്ലും മെക്കാനിസം ഓഫ് കൊറോഷനും. ഇത് രണ്ടും 100% ഉറപ്പിക്കാവുന്ന. കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി വെയിറ്റേജ് ഒരുപാടുള്ള ചാപ്റ്റർ ആണ്. ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. ഇതാണ് സൺഡേയിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അതായത് നാളെ രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് തീർത്താൽ മതി. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു വീഡിയോ ചെയ്യുന്നില്ലേ? ഒന്നല്ല, എല്ലാ എക്സാമ്പിൾസ് നമ്മൾ ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് 20 മിനിറ്റ്സിൽ എങ്ങനെ കൈനറ്റിക്സ് പഠിക്കാം, 20 മിനിറ്റ്സിൽ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മക്കളെ. യെസ്, അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് ഏകദേശം ഒരു 19-20 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുള്ള ഒരു റിയാക്ഷന്റെ റേറ്റ് എന്താണെന്ന് പഠിക്കണം. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓർഡർ മോളിക്കുലാരിറ്റി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓഫ് റിയാക്ഷൻ റേറ്റ്, അതായത് കോൺസെൻട്രേഷൻ മാറുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ മാറുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് അവരുടെ രണ്ടുപേരുടെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചോദിക്കും. അതേപോലെ അവരുടെ രണ്ടുപേരുടെയും ഹാഫ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങളോട് ചോദിക്കും. അതിന്റെ ഡെറിവേഷൻ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്യാൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറിഞ്ഞില്ല എന്ന് പറയാം. അടുത്തത് അരീനിയസ് ഇക്വേഷൻ. ഇക്വേഷനിൽ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ആക്ടിവേഷൻ എനർജി 100% ഉറപ്പുള്ള ചോദ്യമാണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ഇഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. ഒന്നുമില്ല, ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാറ്റലിസ്റ്റിനെ. അതായത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ആണ്. ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഒഴിവാക്കി പോകുന്ന പോയിന്റ് ആണ്. പക്ഷേ 2 മാർക്കിന് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ സൺഡേ എന്ത് ചെയ്യുക, കെമിക്കൽ കൈനറ്റിക്സും ഇലക്ട്രോ കെമിസ്ട്രിയും പഠിക്കുക. മൺഡേ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടൈമാണ്. അക്കൂട്ടത്തിൽ പറ്റുമെങ്കിൽ ഇതൊന്ന് 4 ചാപ്റ്ററും ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ ട്യൂസ്ഡേ വരുന്ന ഈവനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം പഠിച്ച ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. റിവിഷന് മാത്രം ഉപയോഗിക്കുക. ആ സമയങ്ങൾ റിവിഷന് മാത്രം ഉപയോഗിക്കുക. അതേപോലെ മൺഡേ മോർണിംഗ് ബാക്കി 2 ചാപ്റ്ററും റിവൈസ് ചെയ്യുക. അങ്ങനെ 4 ചാപ്റ്ററും ഈസി ആയിട്ട്. പിന്നെ അതിൽ ഏറ്റവും വലിയ കാര്യം, നിങ്ങളായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനലിലേക്ക് ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ മതി. അതിൽ ചോദിക്കാവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ അതിലുണ്ട് അല്ലെ. എല്ലാ ഷോർട്ടും ചോദിച്ചിട്ടുണ്ട്. NCERT-ലെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇനി ഓരോ ചാപ്റ്ററും ക്രിസ്പ് ചെയ്ത വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കും മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.